കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റും യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയതുകൊണ്ട് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ ദിവസം നാസ്ഡാക്ക് 2%, S&P 1%, ഡോ ജോൺസ് 0.25% ഉയർന്നു. വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് 0.67% ഇടിഞ്ഞ് 22,419 ക്ലോസിംഗ് നൽകിയത്. ബ്രന്റ് ക്രൂഡിൻ്റെ വില 0.42% ഇടിഞ്ഞ് $89.43 പെർ ബാരൽ എന്ന ലെവലിൽ ട്രേഡ് ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച ഒട്ടുമിക്ക ദിവസങ്ങളിലും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് സൈഡിലായിരുന്നു. വെള്ളിയാഴ്ച FIS 3,408 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തുകയും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 4,356 കോടിയുടെ ബൈയിങ് നടത്തുകയും ചെയ്തു. മാരുതി സുസുക്കി, HCL ടെക്, യെസ് ബാങ്ക് ലിമിറ്റഡ്, ICICI ബാങ്ക് ലിമിറ്റഡ് തുടങ്ങിയ കമ്പനികൾ വീക്കെൻഡിൽ ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ടു. ഈ പ്രധാന കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ ഇന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. മാരുതി സുസുക്കിയുടെ സ്റ്റാൻഡലോൺ പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 48% വർദ്ധിച്ച് 2,624 കോടിയിൽ നിന്നും 3,878 കോടിയിലേക്ക് ഉയർന്നു. മാർക്കറ്റ് 3,839 കോടി രൂപയുടെ പ്രോഫിറ്റാണ് പ്രതീക്ഷിച്ചത്. മാർക്കറ്റിൻ്റെ എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്ത പ്രോഫിറ്റ് കമ്പനിക്ക് നേടാൻ സാധിച്ചു. കൂടാതെ പ്രോഫിറ്റ് മാർജിൻ 10.5% നിന്നും 12.3% ഉയർന്നു. 12.8% പ്രോഫിറ്റ് മാർജിനാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. എബിറ്റ 3,350 നിന്നും ഇയർ ഓൺ ഇയറിൽ 4,685 ഉയരുകയും റവന്യൂ 32,048 കോടിയിൽ നിന്നും 38,235 കോടിയിലേക്ക്, അതായത് 19% വർദ്ധിക്കുകയും ചെയ്തു. ഇൻ ടേംസ് ഓഫ് പ്രോഫിറ്റ് മാത്രമേ കമ്പനിക്ക് മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്യാൻ സാധിച്ചുള്ളൂ. ലൈഫ് ഇൻഷുറൻസ് സെക്ടറിലെ ഒരു പ്രമുഖ കമ്പനിയായ SBI ലൈഫിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് പ്രീമിയം ഇൻകം 26% വർദ്ധിച്ച് 19,897 കോടിയിൽ നിന്നും 25,116 കോടിയായി ഉയർന്നു. നെറ്റ് പ്രോഫിറ്റ് 777 കോടിയിൽ നിന്നും 811 കോടിയായി വർദ്ധിച്ചു. മാർക്കറ്റ് 689 കോടി രൂപയുടെ പ്രോഫിറ്റാണ് പ്രതീക്ഷിച്ചത്. ഇൻ ടേംസ് ഓഫ് പ്രോഫിറ്റ് SBI ലൈഫിന് മാർക്കറ്റ് എക്സ്പെക്റ്റേഷനെ ബീറ്റ് ചെയ്യാൻ സാധിച്ചു. വാല്യൂ ന്യൂ ബിസിനസ് 5% വർദ്ധിച്ച് 1,410 കോടിയിൽ നിന്നും 1,510 കോടിയായി ഉയരുകയും വാല്യൂ ന്യൂ ബിസിനസ് മാർജിൻ 3% ഇടിഞ്ഞ് 31.6 നിന്നും 28.3 എത്തുകയും ചെയ്തു. SBI കാർഡ് ആൻഡ് പേയ്മെൻറ്റ് സർവീസ് ലിമിറ്റഡിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 14.2% വർദ്ധിച്ച് 3,916 കോടിയിൽ നിന്നും 4,474 കോടിയിലേക്ക് ഉയർന്നു. മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്ത ഒരു ക്വാർട്ടർലി റിസൾട്ട് SBI കാർഡിന് പുറത്തുവിടാൻ സാധിച്ചിട്ടുണ്ട്. SBI കാർഡിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 596 കോടിയിൽ നിന്നും 662 കോടിയിലേക്ക് ഉയർന്നു. മാർക്കറ്റ് 577 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റാണ് പ്രതീക്ഷിച്ചത്. ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് ₹2.50 പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനിക്ക് ഡിവിഡൻഡ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ആദിത്യ ബിർള സൺ ലൈഫ് AMCയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 33% വർദ്ധിച്ച് 324 കോടിയിൽ നിന്ന് 434 കോടിയിലേക്ക് എത്തി. മാർക്കറ്റ് 347 കോടി രൂപയുടെ ടോട്ടൽ ഇൻകമാണ് പ്രതീക്ഷിച്ചത്. നെറ്റ് പ്രോഫിറ്റിൽ 53.7% വർധനവുണ്ടായി. 134 കോടിയിൽ നിന്നും 206 കോടിയിലേക്കാണ് നെറ്റ് പ്രോഫിറ്റ് ഉയർന്നത്. 190 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റ് മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്തു. ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് ₹13.50 പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡും ആദിത്യ ബിർള സൺ ലൈഫ് AMC നൽകിയിട്ടുണ്ട്. മികച്ച ക്വാർട്ടർലി റിസൾട്ടാണ് ആദിത്യ ബിർള സൺ ലൈഫ് AMCയുടെ സൈഡിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ IDFC ബാങ്കിൻ്റെയും ICICI ബാങ്കിൻ്റെയും ക്വാർട്ടർലി റിസൾട്ടിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. വളരെ മികച്ച ഒരു ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ഒരു പെന്നി സ്റ്റോക്കാണ് ജയപ്രകാശ് പവർ വെഞ്ചർ ലിമിറ്റഡ് എന്ന സ്റ്റോക്ക്. ജയപ്രകാശ് പവർ വെഞ്ചർ ലിമിറ്റഡിൻ്റെ റവന്യൂ 9.7% വർദ്ധിച്ച് 1,514 കോടിയിലേക്ക് എത്തി. എബിറ്റ 3.2 ടൈംസ് ഉയർന്ന് 727 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 16.4% നിന്നും 47.9% എത്തുകയും പ്രോഫിറ്റ് കഴിഞ്ഞ വർഷത്തെ 43 കോടി രൂപയുടെ ലോസിൽ നിന്നും 588 കോടി രൂപയുടെ പ്രോഫിറ്റിലേക്ക് എത്തുകയും ചെയ്തു. അതുകൊണ്ട് JP വെഞ്ചർ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. അൾട്രാടെക് സിമെൻറ്റ്, ട്രെൻഡ് ലിമിറ്റഡ്, KPIT ടെക്നോളജി, പൂനെവാല ഫിൻകോർപ്പ്, ടാറ്റ കെമിക്കൽസ്, ബിർള സോഫ്റ്റ്, PNB ഹൗസിംഗ് ഫിനാൻസ്, KFin ടെക്നോളജി, കാൻഫിൻ ഹോംസ്, ഷോപ്പേഴ്സ് സ്റ്റോപ്പ്, വെസൂവിയസ് ഇന്ത്യ, സ്പന്ദന സപൂർത്തി ഫിനാൻഷ്യൽ ലിമിറ്റഡ്, റോസാരി ബയോടെക് ലിമിറ്റഡ്, യൂക്കോ ബാങ്ക്, ഗിലറ്റ് ഇന്ത്യ ലിമിറ്റഡ് തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് ഇന്ന് പുറത്തുവരും. ഇനി ക്വാർട്ടർലി റിസൾട്ട് കൂടാതെ തന്നെ ചില സ്റ്റോക്കുകളെ ന്യൂസ് സ്പെസിഫിക് ആയിട്ട് നമ്മൾക്ക് ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ശ്രദ്ധിക്കേണ്ട ഒരു കാറ്റഗറിയിലെ സ്റ്റോക്കുകളാണ് സ്മാൾ ഫിനാൻസ് ബാങ്കുകൾ.
1000 കോടിക്ക് മുകളിൽ നെറ്റ്വർത്തുള്ള സ്മാൾ ഫിനാൻസ് ബാങ്കുകളിൽ നിന്നും റെഗുലർ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ബാങ്കുകളാകാൻ താൽപ്പര്യമുള്ള സ്മാൾ ഫിനാൻസ് ബാങ്കുകളിൽ നിന്നും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ AU സ്മാൾ ഫിനാൻസ് ബാങ്ക്, ഇക്വിറ്റാസ് സ്മാൾ ഫിനാൻസ് ബാങ്ക്, ഉജ്ജീവൻ സ്മാൾ ഫിനാൻസ് ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. SBIയുടെ ഡിജിറ്റൽ കൺവേർഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായി SBIയുടെ ടെക് പാർട്ണറായി HCL ടെക് എന്ന കമ്പനിയെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അദാനി എൻ്റർപ്രൈസസ് അബുദാബി ബേസ്ഡ് അദാനി കമ്പനിയായ അദാനി ഇസിയ സോഫ്റ്റ് സ്മാർട്ട് സൊല്യൂഷൻസ് എന്ന കമ്പനിയുടെ 49% സ്റ്റേക്ക് അക്വയർ ചെയ്തു. NDTV ഈ ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 89% വർദ്ധിച്ച് 59% വർദ്ധിക്കുകയും കമ്പനിയുടെ ഡിജിറ്റൽ ആം ബിസിനസ്സിൽ 39% വളർച്ച കൈവരിക്കുകയും ചെയ്തു. പ്രിഫറൻഷ്യൽ ഇഷ്യൂ വഴി 99 കോടി രൂപയുടെ ഫണ്ട് റേസ് ചെയ്യാൻ തീരുമാനിച്ചതുകൊണ്ട് അമി ഓർഗാനിക്സ് എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. ഹിന്ദുജ ഗ്ലോബൽ സൊല്യൂഷൻസ് 7 സ്റ്റാർ ബാലാജി ബ്രോഡ്ബാൻഡിൻ്റെ 51% സ്റ്റേക്ക് അക്വയർ ചെയ്തതോടുകൂടി 7 സ്റ്റാർ ബാലാജി ബ്രോഡ്ബാൻഡ് എന്ന കമ്പനി ഹിന്ദുജ ഗ്ലോബലിൻ്റെ ഫുള്ളി ഓൺഡ് സബ്സിഡറിയായി മാറിയിട്ടുണ്ട്. ലോയഡ് എൻ്റർപ്രൈസസ് എന്ന കമ്പനി ആദിത്യ പവറിൻ്റെ 26% സ്റ്റേക്ക് അക്വയർ ചെയ്തു. SKP ഗ്രീൻ വെഞ്ചർ എന്ന കമ്പനിയുടെ ഫുള്ളി ഓൺഡ് സബ്സിഡറി കമ്പനിയായ ബൻല 3 SKP ഗ്രീൻ വെഞ്ചർ എന്ന കമ്പനിയുടെ 100% സ്റ്റേക്കുകൾ CESE എന്ന കമ്പനി അക്വയർ ചെയ്തിട്ടുണ്ട്. രാജസ്ഥാനിൽ 300 മെഗാവാട്ട് ശേഷിയുള്ള ഒരു റിന്യൂവബിൾ എനർജി സോളാർ പാർക്ക് ജനറേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് CESE SKP ഗ്രീൻ വെഞ്ചേഴ്സ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ സബ്സിഡറിയെ അക്വയർ ചെയ്തത്. ഈ സ്റ്റോക്കുകളെ ഇന്നത്തെ ദിവസം സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പോയിൻ്റ് ഓഫ് വ്യൂ ശ്രദ്ധിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.